ഗർഭസ്ഥ ശിശുവിന് 3 മാസം വളർച്ച. രാഹുൽ കഴിപ്പിച്ചത് ജീവൻ അപകടത്തിലായേക്കാവുന്ന മരുന്ന്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം മാനസികമായി തകർന്നു. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൂടുതൽ തെളിവുകൾ പോലീസിന് കൈമാറി യുവതി. അശാസ്ത്രീയമായ ഭ്രൂണഹത്യയാണ് നടത്തിയത് എന്നതിന്റെയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെയും രേഖകളാണ് യുവതി പോലീസിന് കൈമാറിയത്. ഗർഭസ്ഥ ശിശുവിന് 3 മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നതെന്ന് രേഖകളിൽ പറയുന്നു. 7 ആഴ്ച വരെ കഴിക്കാവുന്ന മൈഫ്രീപ്രിസ്റ്റോൺ, മൈസോപ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ചു നൽകിയത്. ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലായേക്കാവുന്ന മരുന്നുകളാണിവ. ട്യൂബിൽ പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായും യുവതി മൊഴി നൽകി. മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവമാണ് യുവതിക്കുണ്ടായത്. ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി. ഇതിന്റെ മെഡിക്കൽ രേഖകളാണ് യുവതി പോലീസിന് കൈമാറിയത്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം താൻ മാനസികമായി തകരുകയും ജീവനെടുക്കാൻ ശ്രമിച്ചതായും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും യുവതിക്കുണ്ടായി. ഇതിന്റെ രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യുവതിയെ പരിശോധിച്ച ഡോക്ടറിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. വിവാഹബന്ധമൊഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനും തരത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചതെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുവെന്നും സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പമായെന്നും യുവതി പോലീസിന് മൊഴി നൽകി. അടുപ്പവും വിശ്വാസവും മുതലെടുത്ത നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ പകർത്തിയെന്നും പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത്. യുവതിയുടെ പരാതിക്ക് പിന്നാലെ മുങ്ങിയ രാഹുലും സഹായി ജോബിൻ ജോസഫും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അതിനിടെ യുവതിക്ക് പോലീസ് സംരക്ഷണം ഒരുക്കി. അതേസമയം ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം ആരംഭിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതിന് അറസ്റ്റ് തടസ്സമില്ല എന്നാണ് പോലീസ് വാദം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടുവെന്ന പ്രചരണവും പോലീസ് തള്ളുകയാണ്. എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നിർദ്ദേശം നൽകി.